നമുക്ക് അമ്പയറിംഗ് ലോസിനെ പറ്റി കുറച്ച് പഠിക്കാം. അപ്പോൾ അമ്പയറിംഗ് ലോസിൽ ശരിക്കും പറഞ്ഞാൽ എം സി സി റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോർഡ്സ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത മെൽബോൺ ക്രിക്കറ്റ് ക്ലബ് അവരുടെ ലോസ് പ്രകാരമുള്ള 42 ലോസാണ് ശരിക്കും ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് അതുകൂടെ ഒരു പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെയുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ലോ ആണ് പ്ലെയേഴ്സിനെ പറ്റിയുള്ള ലോ ആണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും, നമ്മൾ ക്രിക്കറ്റ് കാണുന്നതാണ് എല്ലാവരും, അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളാണെന്ന് ചോദിക്കും. പക്ഷേ ഇതിൽ ചില കോംപ്ലിക്കേഷൻ ഉണ്ട്, സിംപ്ലി കോംപ്ലിക്കേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലോ നമ്പർ 1 നമുക്ക് കിടക്കാം. പ്ലെയേഴ്സിനെ പറ്റിയുള്ളതാണ് അത് ലോ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും സൈറ്റിൽ അവൈലബിൾ ആട്ടോ, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നോക്കാം. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം വായിച്ചു നോക്കിയാൽ, എ മാച്ച് ഈസ് പ്ലേഡ് ബിറ്റ്വീൻ 2 sides, ഈച്ച് ഓഫ് 11 players, വൺ ഓഫ് ഹും ഷാൽ ബി ക്യാപ്റ്റൻ. അതായത് 11 പേര് തമ്മിലുള്ള കളിയിൽ അതിൽ ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കും എന്നറിയാവുന്ന കാര്യമാണ്. പക്ഷേ ക്യാപ്റ്റൻ ബൈ എഗ്രിമെൻ്റ് ആണ്. എ മാച്ച് മേ ബി പ്ലേഡ് ബിറ്റ്വീൻ സൈഡ്സ് ഓഫ് ഫ്യൂവർ ദാൻ ഓർ മോർ ദാൻ 11 players. അതായത് പരസ്പര ധാരണയിൽ 11 players കൂടുതലും കുറവായിട്ട് കളിക്കാം. ബട്ട് നോട്ട് മോർ ദാൻ 11 players മേ ബി അറ്റ് ദ ഫീൽഡ് അറ്റ് എനി ടൈം. അതായത് ഫീൽഡിൻ്റെ അകത്ത് അറ്റ് എ ടൈം ഒരു 11 പേര് കൂടുതൽ ആൾക്കാർ പാടില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ഡ്യൂറിങ് ദ മാച്ച് ആൻഡ് ഫോർ വാട്ട് എവർ റീസൺ എ സൈഡ് ഈസ് റിഡ്യൂസ്ഡ് ടു ഫ്യൂവർ ദാൻ ദ ഒറിജിനൽ നമ്പർ ഓഫ് ദ നോമിനേറ്റഡ് പ്ലെയേഴ്സ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അത് 11 പേരെ ആവണമെന്നില്ല, 20 പേരോ 30 പേരോ. പൊതുവേ നമ്മളൊരു 16 പേര് അറേഞ്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 20 പേരൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ടാവുന്നത്. അതിനുശേഷം ടോസിന് ശേഷം നമ്മൾ അതിലുള്ള പ്ലെയേഴ്സിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, എത്ര പേരുള്ളതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. നമുക്ക് ബാറ്റിംഗ് ആണോ ഇതാണോ ഡിസൈഡ് ചെയ്യും. വൺസ് ഡിസൈഡഡ് പിന്നെ ലിസ്റ്റ് മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ഇറക്കാം, പക്ഷേ ഈ മെയിൻ പ്ലെയേഴ്സ് ഇവർ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് അർത്ഥമാക്കുന്നത്. ഈ പറയാൻ പോകുന്ന ലോസ് വെച്ച് അർത്ഥമാക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഫ്യൂവറായിട്ട് ആൾക്കാർ കുറഞ്ഞു പോയാൽ, അതായത് നമ്മൾ ഒരു സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു എ ഫ്യൂവർ ദാൻ ദ ഒറിജിനൽ നമ്പർ ഓഫ് ദ നോമിനേറ്റഡ് പ്ലെയേഴ്സ്, മാച്ച് ഷാൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് പോസിബിൾ. അതായത് പറ്റുന്ന അത്രയും കളി കൊണ്ടുപോകാൻ കണ്ടിന്യൂ ചെയ്യണം. ആൾക്കാർ കുറഞ്ഞാലും കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ലോസ്, ഈ പറഞ്ഞ ലോ പ്രകാരമുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഗ്രിമെൻറ്റ്സ്, നമ്മൾ പ്ലേയിങ് കണ്ടീഷൻസ് എന്ന് പറയും, അത് പ്രകാരം എന്തെങ്കിലും എഗ്രിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അടുത്തത് 1.2 എന്ന് പറയുന്നത് നോമിനേഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്ലെയേഴ്സാണ് പറയുന്നത്. അപ്പോൾ ഈച്ച് ക്യാപ്റ്റൻ ഷാൽ നോമിനേറ്റ് ഹിസ് പ്ലെയേഴ്സ് ഇൻ റൈറ്റിങ്ങിൽ കൊടുക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ടു വൺ ഓഫ് ദ അമ്പയേഴ്സ്, ഏതെങ്കിലും അമ്പയർക്ക് റൈറ്റിങ്ങിൽ കൊടുക്കണം. ബിഫോർ ദ ടോസിന് മുമ്പായിട്ട് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ കൊടുക്കണം. നോ പ്ലെയർ മേ ബി റീപ്ലേസ്ഡ് ആഫ്റ്റർ ദ നോമിനേഷൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഒപ്പോസിങ് ക്യാപ്റ്റൻ. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂട്ടും റീപ്ലേസ്മെൻറ്റും നമ്മൾ കൺഫ്യൂസ് ആവരുത്. നമ്മളിപ്പോൾ ഒരു 11 പേരെ നമ്മൾ, അല്ലെങ്കിൽ ഇത്ര പേരെ നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് പ്ലെയേഴ്സിനെ നമുക്ക് ടോസിന് മുമ്പായിട്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു 12 പേരെ വെച്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അതിൽ ഉദ്ദേശിച്ച ഒരാൾ വന്നില്ല. അപ്പോൾ നമുക്ക് ടോസിന് മുമ്പ് അയാൾക്ക് പകരം, അല്ലെങ്കിൽ ഇവിടെ കൃത്യം 11 പേരേ ഉള്ളൂ, നമ്മളതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നു, റൈറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പകരം വേറൊരാളെ നമ്മൾ വച്ചു 11 പേരാക്കി കളി തുറക്കാം. ടോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 11 പേരുടെ ലിസ്റ്റൊക്കെ കൊടുത്തു, അതിന് ടോസ് ഇട്ട് കഴിഞ്ഞ് ഒരാൾ വന്നില്ല, അപ്പോൾ അയാൾക്ക് പകർക്കാനായിട്ട് ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ബട്ട് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഒപ്പോസിങ് ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ ഇപ്പോൾ സപ്പോസ് ഈ ക്യാപ്റ്റൻ്റെ, അതായത് ഇത് ടീം ക്യാപ്റ്റൻ്റെ ഇത് പ്രകാരം നമ്മളൊരാളെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ സപ്പോസ് നമ്മുടെ എന്താ പറയുക കളി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ ഓപ്പോസിങ് ടീം ക്യാപ്റ്റൻ്റെ ഇതുകൂടെ സമ്മതത്തോടു കൂടെ മാത്രമാണ് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മൾ കളി തുടങ്ങി ഒരു ഫസ്റ്റ് ബോളിംഗാന്ന് വിചാരിക്കുക. ബോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഫസ്റ്റ് ഓവറിൽ അയാളുടെ കാലിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു, അപ്പോൾ അയാൾ റിട്ടയർഡായിട്ട് പോകുന്നു. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഓപ്പോസിറ്റ് ടീം ക്യാപ്റ്റനോട് സംസാരിച്ച് അയാളെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ആ റീപ്ലേസ് ചെയ്യാൻ വന്ന ആൾ ഇയാളായിട്ട് തന്നെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതായത് സപ്പോസ് അയാൾ ഒരു ഓവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 9 ഇപ്പോൾ 10 ഓവറാണ് അയാളുടെ കോട്ടയെങ്കിൽ 9 ഓവറേ അയാൾക്ക് എറിയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇനി സപ്പോസ് അയാൾ ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നെ ബാറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ബാറ്റിംഗ് ടീമിൻ്റെ ഫസ്റ്റ് കയറിയ ആൾ അയാളെന്തോ കാരണത്താൽ അയാൾ കളിക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്നു, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം, തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇയാൾക്ക് പകരക്കാരൻ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് ടീം ക്യാപ്റ്റൻ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ശേഷം ഇയാളിപ്പോൾ ഔട്ടായിട്ടാണ് പോകണമെങ്കിലോ അയാൾക്ക് വീണ്ടും ഇയാൾക്ക് പകരം ആൾ വന്നു, ബട്ട് അയാൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റില്ല. ബോളിങ്ങിനും ഫീൽഡിങ്ങിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സോ അതാണ് ലോസ് പറഞ്ഞത്. റീപ്ലേസ്മെൻറ്റ് ഷാൽ നോട്ട് ബാറ്റ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ വിച്ച് ദ നോമിനേറ്റഡ് പ്ലെയർ ഷീ ഈസ് റീപ്ലേസിങ് ഹാസ് കംപ്ലീറ്റ് ഹിസ് ഇന്നിങ്സ്. അതായത് പുള്ളി റീപ്ലേസ് ചെയ്യുന്ന ആളിൽ എന്ത് ചെയ്തു, അയാളിപ്പോൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയർ റീപ്ലേസ് ചെയ്തു എന്നുള്ള കാര്യം അപ്രസക്തമായി മാറും. മനസ്സിലായോ? അയാൾ ഫീൽഡിങ്ങിനും വേണമെങ്കിൽ ബോളിങ്ങിനൊക്കെ ഇറക്കാൻ പറ്റും, ബട്ട് അയാൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഔട്ടായല്ലോ. അപ്പോൾ അയാൾക്ക് പകരം ഒരാൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റേ ആൾ ഔട്ടായി എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. ഇനി അൺസേർഡ് penalty time warnings or suspensions that apply to the original nominated player will be inherited by his or replacement. ഇങ്ങനൊരു പണിയും കൂടെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓവർ എറിയുന്ന ഒരാൾ, അയാൾ 2 ബീമർ അങ്ങോട്ട് എറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് വാണിംഗ് കിട്ടി അയാളെ ഔട്ടാക്കാനുള്ള തീരുമാനമാക്കി, മീൻസ് അയാളെ പുറത്താക്കാനുള്ള തീരുമാനമാക്കി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഒരു നമുക്ക് വേറൊരു പ്ലെയർ ഉണ്ട്, അയാളെ ഇയാൾക്ക് പകരമായിട്ട് ഇറക്കാമെന്ന് പറയുന്നു വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ക്യാപ്റ്റൻ. ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ്റെ കൺസെൻറ്റ് കൊണ്ട് എന്നിട്ട് അമ്പയറിനോടും പറയുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞതനുസരിച്ച് അയാൾക്ക് റീപ്ലേസ്മെൻറ്റ് ഇറങ്ങാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇയാൾ 2 ബീമറിന് അയാൾക്ക് വാണിംഗ് കിട്ടി അയാളെ എറിയണ്ടെന്ന് പറഞ്ഞ അമ്പയർ വിലക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ റീപ്ലേസ്മെൻറ്റിന് ആൾക്ക് എറിയാൻ പറ്റില്ല. കാരണം റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുഹമ്മദ് ഞാൻ പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, സപ്പോസ് ഒരു എക്സ് എന്ന് പറഞ്ഞൊരു ഒരാളാണ്, അല്ലെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞൊരു പേഴ്സണാണ് എറിഞ്ഞിട്ട് അയാൾക്ക് വിലക്ക് കിട്ടിയത്. അപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അയാൾക്ക് പകരമായിട്ട് വരുന്ന പേഴ്സൺ ബി ഈസ് കൺസിഡർ സെയിം ആസ് എ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമെന്നാണ് ഈ ഒരു ലോ കൊണ്ട് പറയുന്നത്. പിന്നെ പറയുന്ന കേസ് ക്യാപ്റ്റനാണ്. ഇപ്പോൾ ക്യാപ്റ്റനാണ് നമ്മൾ ബൈ എഗ്രിമെൻ്റ് ഒരാളെ നമ്മൾ ക്യാപ്റ്റൻ ആക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അമ്പയേഴ്സിന് മീൻസ് ക്യാപ്റ്റനായി ഫുൾ റെസ്പോൺസിബിലിറ്റി. അതിപ്പോൾ നമ്മൾ കാണാം അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ ടൈം അവൈലബിൾ ഇല്ലെങ്കിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഉണ്ടാവും, ഇപ്പോൾ മറ്റേ ആൾ വൈസ് ക്യാപ്റ്റനായിട്ട് ആക്ട് ചെയ്യും. ക്യാപ്റ്റൻ്റെ റോൾ ചെയ്യാൻ ആരെങ്കിലും വേണം. അതാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ഈസ് നോട്ട് അവൈലബിൾ ടു നോമിനേറ്റ് പ്ലേയേഴ്സ് നോമിനേറ്റ് ചെയ്യാനില്ലെങ്കിൽ എനി പേഴ്സൺ അസോസിയേറ്റ് വിത്ത് ദാറ്റ് ടീം ആക്ട് ആസ് ഡെപ്യൂട്ടഡ് എന്ന് പറയുന്നത്. പിന്നെ അറ്റ് എനി ടൈം ആഫ്റ്റർ നോമിനേഷൻ ഓഫ് ദ പ്ലേയേഴ്സ് ഓൺലി എ നോമിനേറ്റഡ് പ്ലെയർ ക്യാൻ ആക്ട് ആസ് ഡെപ്യൂട്ടി ഇൻ ചാർജ്. അതായത് മനസ്സിലായല്ലോ, നോമിനേറ്റഡ് ആയിട്ട് പ്ലേയേഴ്സിന് നമ്മൾ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആരെങ്കിലും നമുക്ക് ഈ ക്യാപ്റ്റൻ ഡെപ്യൂട്ടിയൊക്കെ ആയിട്ട് മാറ്റി കളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് വേറൊരു ക്യാപ്റ്റനെ കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഈ 11 പേരാണ് നോമിനേറ്റ് ചെയ്ത് ടോസ് കഴിഞ്ഞ് കളി തുടങ്ങാൻ പോകുന്നു. അപ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഒന്ന് മാറ്റണമെന്ന് ചോദിച്ചാൽ മാറ്റാം, പക്ഷേ ആ 11 പേരിൽ ആരെങ്കിലും പറ്റുള്ളൂ. മനസ്സിലായോ? ആ ഒരു കാര്യമാണ്. അയാൾക്കാണ് ഈ ക്യാപ്റ്റൻ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ എന്താ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ക്യാപ്റ്റൻസ് ആർ റെസ്പോൺസിബിൾ അറ്റ് ഓൾ ദ ടൈംസ്, എല്ലാ സമയവും, ആ കളി നടക്കുന്ന എല്ലാ സമയവും, ഫോർ എൻഷുറിങ് ദ പ്ലേ ഈസ് കണ്ടക്റ്റഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ആസ് വെൽ ആസ് വിത്തിൻ ദ ലോസ്. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ്, അതായത് അതിൻ്റെ ആ ഒരു സത്തും അതിൻ്റെ ഒരു എന്താ നന്മയും എല്ലാം ഉൾക്കൊണ്ട് വേണം കളിക്കാൻ. അതെന്താണെന്നുള്ള പ്രിയാമ്പിൾ എന്ന് പറഞ്ഞതിൽ വരുന്നുണ്ട്, അത് നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം റൂളിൽ തുടങ്ങിയത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ആൻഡ് ലോ, അതിനകത്ത് പിന്നെ ഫെയർ ആൻഡ് ഫെയർ പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ കുറേ ലോസൊക്കെ വരുന്നുണ്ട്, 41 വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് വേണം ക്യാപ്റ്റൻ നീങ്ങാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം MCC ലോസ് ആണല്ലോ. ഈ മെൽബോൺ
ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ ലോഡ്സിലുള്ള ക്ലബിന് അതിൻ്റെ ഒരു ലോയാണ്. അതാണ് ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ ടെസ്റ്റ് മാച്ചിൻ്റെ ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയൊക്കെ ഇരിക്കും സംഭവം. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ഫസ്റ്റ് ലോ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോസിന് മുമ്പ് ടോസിന് ശേഷം എന്നുള്ള കേസ് മാത്രമാണ്. ടോസിന് മുമ്പ് നമുക്ക് ആരെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലൊക്കെ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഇടാം. പക്ഷേ ടോസ് കഴിഞ്ഞ് വൺസ് ഒരു തീരുമാനിച്ചതിന് ശേഷം പിന്നെ അഥവാ ടോസിന് മുമ്പ് നമുക്ക് ഇതൊക്കെ മീൻസ് ടോസിന് മുമ്പ് നമ്മുടെ കയ്യിലായിരിക്കും കാര്യങ്ങൾ. പക്ഷേ ടോസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാച്ച് സ്റ്റാർട്ടായി എന്നുള്ള ഒരു മീനിങ്ങാണ്. അപ്പോൾ നമ്മളതിൽ പഠിക്കും ടോസ് കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ എല്ലാ ഓരോ ലോസിലത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ക്രിക്കറ്റ് കണ്ട് കേൾക്കുമ്പോഴുള്ള പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ഈ റൂൾസാണ് നടക്കുന്നത്. പിന്നെ പ്ലേയിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് T20ക്കും പിന്നെ അതേപോലെ വൺ ഡേക്കൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. ബേസിക് ലോ ഇതാണ്. ഇതൊരു ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പയറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 42 ലോസും കൂടാതെ ഇങ്ങനെ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ശരിക്കും ലോസിൻ്റെ അകത്ത് തന്നെ പല കാര്യങ്ങളും ഉൾക്കഥകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പല സിനാരിയോസും നമുക്ക് വരും. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇത് മനസ്സിലാക്കി നമ്മളൊരു കളി കാണുവാണെങ്കിലും അല്ലെങ്കിൽ കളിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു സത്ത് ഉൾക്കൊണ്ട് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ സത്ത് ഉൾക്കൊണ്ട് നമുക്ക് കൂടുതൽ എൻജോയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ലോസും പുറകെ നോക്കാം. ഇന്നത്തേക്ക് ഈ ഒരു ലോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.